ഹലോ നമസ്കാരം, എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. അല്ലേ, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സുവർഗാനുരാഗം എന്ന നോവലിൻ്റെ 7ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും നോവലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ചാന്ദ്രിയുടെ ശരീരം തീയുടെ മഞ്ഞു വിരലുകളിൽ വിറയുന്നുണ്ടായിരുന്നു. പുഴയുടെ തീരം ഒരിക്കലും അവസാനിക്കാത്തൊരു ശ്മശാന ഗീതത്തിൻ്റെ മൗനം പോലെ. മരണത്തിൻ്റെ ശ്വാസം മാത്രം നിറച്ചു നിന്നു. ഒരു ചടങ്ങ്, പുഷ്പമാലകളും കരച്ചിലും ഇല്ലാതെ, ഒരാളുടെ കണ്ണീര് പോലുമില്ലാതെ, വെറും തീയും ചാരവും മാത്രം. അവിടെ അനന്തമായ കാലത്തിൻ്റെ പതിപ്പ് പോലെ നൂറുകണക്കിന് മൃതദേഹങ്ങൾ വന്നു ചേരുന്നതിൻ്റെ അടയാളങ്ങൾ. പകുതി മാത്രം കത്തിയ കൈകൾ, മണലിൽ മറഞ്ഞുപോയ അസ്ഥികൾ, കാറ്റിൽ പറന്നുയരുന്ന ചാരക്കണങ്ങൾ. മനുഷ്യൻ ഇത്രയേ ഉള്ളുവോ എന്ന ചോദ്യമായി അത് പവിത്രൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകി നടന്നു. അവൻ തൻ്റെ ശരീരത്തിലേക്ക് നോക്കി. എന്തിനായിരുന്നു ഈ ഓട്ടം? ആർക്കു വേണ്ടിയായിരുന്നു? ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളെയും പൊളിച്ചെറിഞ്ഞ് സ്വന്തം ജീവനെപ്പോലെ ഒപ്പം നിന്നിരുന്ന ഒരു പെണ്ണിനെ, കോമളത്തിനെ അകറ്റിയിട്ട് എങ്ങോട്ടായിരുന്നു തൻ്റെ ഓട്ടം? ഒടുവിൽ താങ്ങായി തണലായി കൂടെ നിന്നവൾ ചാന്ദിനി. അവളുടെ ശരീരം മാത്രമാണ് തീയിൽ അലിഞ്ഞു പോകുന്നത്. അഗ്നിജ്വാലകൾ കത്തിച്ചെടുക്കുന്നത് അവളുടെ മാത്രം ശരീരമല്ല, അവൻ്റെ സ്വപ്നങ്ങളുടെയും ആത്മാവിൻ്റെയും ആത്മതാളമാണ്. പുഴക്കരയിൽ ഓരോ മൃതദേഹവും എത്തുമ്പോഴും ഓടിയെത്തുന്ന ചിലരെ അവൻ കണ്ടു. അവർ മരിച്ചവരെ തേടിയെത്തിയതല്ല, കരുണയ്ക്കോ പ്രണയത്തിനോ വേണ്ടിയല്ല. പക്ഷേ ശവത്തിൻ്റെ വിരലിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഒരു മോതിരത്തിനും ഉടുപ്പിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന ഒരു ചെമ്പ് നാണയത്തിനുമാണ് സന്യാസി എന്നുപേരുള്ള കൊള്ളക്കാരുടെ സംഘം ആത്മാവിൻ്റെ വിശുദ്ധിയെയും മരണത്തിൻ്റെ മൗനത്തെയും വ്യാപാരത്തിൻ്റെ പൊടി തേച്ച് മലിനമാക്കുന്നവർ. പവിത്രൻ്റെ ഹൃദയം ചൂടേറ്റ അസ്ഥി പോലെ പൊട്ടാതെ മരവിച്ച് കിടന്നു. അവൻ നിൽക്കുന്ന ഭൂമി പോലും ജീവിതം ഒരുപാട് വലിയൊരു കളിയാണെന്ന് ഒരു ചാരത്തിൻ്റെ ഗന്ധത്തിൽ പറഞ്ഞു തന്നതുപോലെ. ജീവിതം ജനിക്കുമ്പോൾ ഒരാഘോഷം, ജീവിക്കുമ്പോൾ ഒരു കൊള്ള, മരിക്കുമ്പോൾ ഒരിടപാട്. പുഴയിലേക്ക് പതിഞ്ഞ ചാരക്കണങ്ങൾ പോലെ പവിത്രൻ്റെ ഉള്ളിൽ വീണത് ഒരവസാനിച്ച ലോകത്തിൻ്റെ പൊടിയായിരുന്നു. ചിത്തശാലയിലെ ഇരുട്ടിൻ്റെ അരികിൽ ഒരു ദീപത്തിൻ്റെ തലോടൽ പോലെ സന്യാസിയുടെ ദീർഘനിശ്വാസം പവിത്രൻ്റെ ചെവികളിൽ മന്ത്രിച്ചു. ജീവിതം കണ്ടത്രൊരു മധുരമല്ലെന്ന് അവൻ്റെ മനസ്സിൽ ദിനം പ്രതി തെളിഞ്ഞു വരികയായിരുന്നു. ദഹനത്തിനായി എത്തിയിരുന്ന ഒരു വൃദ്ധൻ്റെ വീട്ടുകാർ കൊണ്ടുവന്ന ഭക്ഷണ വസ്തുക്കൾ ഭസ്മത്തിനൊപ്പം കലർന്ന കർമ്മങ്ങളും സാക്ഷ്യമാക്കി സന്യാസി കൈക്കലാക്കി. അതിൽ നിന്നൊരു വിഹിതം അവൻ പവിത്രന് നൽകി. ആദ്യം ഭക്തിഭ്രാന്തിയും അറപ്പും ചേർന്നൊരു വിറയലുമായി പവിത്രൻ്റെ മനസ്സിൽ. പക്ഷേ വിശപ്പ് ശരീരത്തിനകത്ത് പതുങ്ങിക്കത്തുന്ന അഗ്നി ആ വിറയലിൻ്റെ കടലിൻ്റെ തിരമാല പോലെ തീർത്ത് കഴുകിക്കളഞ്ഞു. പട്ടിയും മനുഷ്യനും ഒറ്റപ്പെട്ടൊരു സംഗമത്തിൽ ഒരേ ഭക്ഷണം പങ്കിടുന്ന കാഴ്ച. മാംസവും ആത്മാവും തമ്മിൽ വേർതിരിയാത്ത, ജീവനും മൃതിയും തമ്മിൽ വ്യത്യാസം മടങ്ങിപ്പോകുന്ന ഒരു ഭ്രാന്തയുഗത്തിൻ്റെ രംഗം. പെട്ടെന്ന് പവിത്രന് മനസ്സിലായി. ചിതയുടെ അരികിൽ നിന്നുയർന്ന ദുഃഖത്തിൽ മുങ്ങിയവരുടെ കൈകളിൽ നിന്നും വീണു തന്ന ഭക്ഷണങ്ങളാണ് ഇവിടെ ജീവനിൻ്റെ കരുത്താകുന്നത്. മൃതരുടെ സംഭാവനയാണ് ഇവിടുത്തെ ജീവികൾക്കുള്ള പ്രാണവായു. രാത്രി മാറിയെത്തുമ്പോൾ മറ്റൊരു ശരീരം. വസന്തത്തിൽ ചുവന്ന പൂക്കൾ പോലെ നേരത്തെ കൊഴിഞ്ഞുപോയ ഒരു യുവതിയുടെ ദേഹവും എത്തി. ചിതകൾക്കായി കത്തിയെരിയുന്ന മരച്ചിലുകൾക്കിടയിൽ അവളെയും യാത്രയാക്കാൻ തീ ജാഗ്രതയോടെ കാത്തുനിന്നു. അപ്പോൾ രാത്രിയുടെ ഏതോ ഗൂഢയാമങ്ങളിൽ സന്യാസിയുടെ കിതപ്പുകൾ പെട്ടെന്നൊരു വിചിത്രനാദമായിട്ടുയർന്നു. ഭൂമിയുടെ അതിരുകൾ പൊളിച്ച് ആകാശത്തേക്ക് പറന്നുയർന്നൊരു പക്ഷിയുടെ നിലവിളി പോലെ. പവിത്രൻ ഭ്രമിച്ച് തലയുയർത്തി നോക്കി. മറഞ്ഞു പോകുന്ന അഗ്നിജാലകളുടെ ഇടയിൽ സന്യാസിയുടെ രൂപം അസ്ഥികൾ മരവിപ്പിച്ചു. നിൽക്കുന്നത് പോലെ അസാധാരണമായി വിറച്ചുകൊണ്ടിരുന്നു. താൻ കാണുന്നത് യാഥാർത്ഥ്യമാണോ മിഥ്യയോ എന്ന് തിരിച്ചറിയാനാവാതെ പവിത്രൻ കണ്ണുമിഴിച്ചു. പൊള്ളുന്ന മരച്ചില്ലകൾക്കിടയിൽ നിന്നുയരുന്ന പുക ആകാശത്തെ ഒരനന്തചിത്തതയുടെ തിരശ്ശീല പോലെ മൂടി. പവിത്രനെ മായാജാലത്തിൻ്റെ ഒരു കവാടത്തിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നത് പോലെ തോന്നിച്ചു. ചിതയുടെ തീയിൽ വെയിലേറ്റ് പൊള്ളുന്ന ഭൂമിയെപ്പോലെ പെൺകുട്ടിയുടെ നിർജീവ ശരീരത്തിൽ സന്യാസിയുടെ കാമദാഹം തീ കൊളുത്തി. അവൻ്റെ അതരം പതിഞ്ഞപ്പോഴും ഇടിമിന്നൽ പോലെ അവൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഗുഹങ്ങളിൽ
പൊട്ടിത്തെറിച്ച ഒരനന്ത സ്ഫോടനം. കാമത്തിൻ്റെ വിത്തുകൾ ക്ഷീണിച്ചു വീണപ്പോൾ മരണമാംസത്തിൻ്റെ നിശബ്ദതയിൽ ഒരു വിചിത്ര സംതൃപ്തി മാത്രം ശേഷിച്ചു. അയാൾ ഉടുമുണ്ടിൻ്റെ അരികിൽ തുടച്ചു മാറ്റിയിരുന്ന തൻ്റെ ദാഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ പിന്നെ ഭാരം കുറഞ്ഞ വസ്ത്രങ്ങളിലെ ഒരു മഹാപാപിയുടെ ഭ്രമത്തോടെ ആ ശരീരം ചുമലിലേറ്റി. വിലാപമില്ലാത്തൊരു യാഗം പോലെ അഗ്നിച്ചിതയിൽ തള്ളിയെറിഞ്ഞു. തീയുയർന്നു, ശൂന്യതയുടെ തീണ്ടിപ്പോക്കുപോലെ. പവിത്രൻ നിൽക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ നടന്നത് സത്യമോ മിഥ്യയോ, അല്ലെങ്കിൽ സത്യത്തിൻ്റെയും മിഥ്യത്തിൻ്റെയും ഇടവഴിയിൽ ഭ്രമമായി പതിഞ്ഞ ഒരു ദൃശ്യവഞ്ചനമോ. ആകാശത്തിലെ ചാരപ്പൊടി പോലെ പിരിഞ്ഞു പോകുന്ന ഒരു മറുപടി പോലും അവന് കിട്ടിയില്ല. അമ്മ, ഞാൻ രാവിലെ ബോംബെയിലേക്ക് പോകും. അവിടെ ജീവിതത്തിൻ്റെ ഇരുണ്ട വഴികളിലായാലും പവിത്രനെ കണ്ടില്ലെങ്കിൽ എൻ്റെ യാത്രയ്ക്ക് ഒരവസാനമില്ല. അവനെ കൊണ്ടല്ലാതെ എനിക്ക് തിരിച്ചുവരവ് എന്നൊരു വാക്ക് തന്നെയില്ല. കോമളത്തിൻ്റെ വാക്കുകൾ കാറ്റിൽ പതിഞ്ഞു. ആ വാക്കുകൾക്ക് മുന്നിൽ ഭാനു അമ്മയുടെ അധരങ്ങൾ ചിന്തയുടെ ഭാരം സഹിക്കാതെ മണൽക്കാറ്റിൽ വിങ്ങുന്ന ഇലകളെപ്പോലെ വിറച്ചു നിന്നു. രാഘവൻ നായർ കണ്ണുകളിലൂടെ മാത്രം എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷേ ആ കണ്ണുകൾ തന്നെയായിരുന്നു ഒരിക്കലും തുറക്കാത്തൊരു വാതിൽ. മോളെ, നീ ഒറ്റയ്ക്കോ? അതും അന്യനാട്ടിൽ? അയാളുടെ ചോദ്യം അർത്ഥത്തിൽ വിഴുങ്ങിക്കളഞ്ഞൊരു നിലവിളി പോലെ വായുവിൽ നഷ്ടപ്പെട്ടു. കോമളം കേട്ടില്ലെന്ന് നടിച്ചു. അവളുടെ ഉള്ളിൽ ഒരേ ഒരു ശബ്ദം മാത്രം മുഴങ്ങിക്കൊണ്ടിരുന്നു: പവിത്ര. അവർ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോയി. വിളക്കിൻ്റെ മങ്ങിയ ചോരകൾ ദൈവത്തിൻ്റെ കണ്ണുകളായി അവളുടെ ഉള്ളിൽ കത്തിയിരുന്നു. തൊഴുതു കഴിഞ്ഞു തിരിച്ചിറങ്ങിയപ്പോൾ തൊട്ടുപിറകിൽ അമ്മയുടെ മുഖം കണ്ടപ്പോൾ കോമള ഒരു നിമിഷം നിഴച്ചു. കണ്ണുകൾ നിറഞ്ഞത് പഴയ മഴയുടെ സുഗന്ധം പോലെ ഒരു ദുഃഖമായിരുന്നു. ശങ്കുപണിക്കർ, അച്ഛൻ. വർഷങ്ങളുടെ ശ്മശാന നിശബ്ദതയുടെ അവൾക്ക് മുമ്പിൽ നിന്നു. അവളുടെ മുഖം നോക്കി. ആ കണ്ണുകളിൽ കാലത്തിൻ്റെ കരിങ്കടൽ, ഒരിക്കലും തുറന്നു പറയാൻ കഴിയാത്ത സ്നേഹത്തിൻ്റെ തീരം. അച്ഛാ, അമ്മേ. കോമളത്തിൻ്റെ ചുണ്ടുകൾ വിറച്ചു, കണ്ണുനീർ നിറഞ്ഞു. അമ്മയുടെ കരുണ നിറഞ്ഞ കണ്ണുകൾ ഒരേ സമയം ഒരു കുടിലിനുള്ളിൽ തെളിയുന്ന വിളക്കും മഴയ്ക്ക് ശേഷം മുങ്ങിപ്പോയ വയലിൻ്റെ പ്രതിബിംബവുമായി. അവൾക്ക് തോന്നി, ജീവിതം ഒരു തീർത്ഥാടനം തന്നെയാണ്. ഒരിക്കലും പുറപ്പെട്ടാൽ തിരിച്ചു വരവില്ല. തിരിച്ചു വരുന്നത് വെറും ഓർമ്മകളുടെ രൂപത്തിലാണ്. തെറ്റിയ താളത്തിൽ ഒരു നൃത്തം പോലെ അവൾ അറിയാതെ അമ്മയുടെ അടുത്തേക്ക് ചുവടുവെച്ചു. വസന്തം മണ്ണിനെ പുണരുന്നത് പോലെ അമ്മ മകളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു. ആ നെറുകയിൽ പതിഞ്ഞ ചുടുചുംബനം ഒരു പുഴ പോലെ അവളുടെ സിരകളിലേക്ക് അലിഞ്ഞു ചേർന്നു. ശങ്കുപണിക്കർ ഒരു ശില്പം കണക്കെ ആ കാഴ്ച കണ്ടു നിന്നു. കാലത്തിൻ്റെ ഭാരം ചുമന്നൊരു ശിലാപ്രതിമ. ഒരു കൊടുങ്കാറ്റിന് ശേഷം ശാന്തമാകുന്ന കടൽ പോലെ അവൾ അമ്മയുടെ കരങ്ങളിൽ നിന്നും മോചിതയായി. അച്ഛനരികിലെത്തി ആ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ ഒരു കാട് പോലെ നിഴലുകളും വെളിച്ചവും ഇടകലർന്നിരുന്നു. പറയാതെ പോയ വാക്കുകളുടെ കനം തൂങ്ങി നിന്നിരുന്നു. എന്നോട് പൊറുക്കണം അച്ഛാ, ഞാൻ തിരിച്ചു പോവുകയാണ് ബോംബെക്ക്, പവിയുടെ അടുത്തേക്ക്. കോമളത്തിൻ്റെ അമ്മ ആ വാക്കുകൾ ഒരു മിന്നൽ പിണർ പോലെ കേട്ടു. ദേവുവിൻ്റെ കയ്യിൽ നിന്നും പ്രസാദത്തിൽ നിന്നും ഒരൽപ്പം കോരിയെടുത്ത് കോമളത്തിൻ്റെ നെറുകയിൽ ചാർത്തി. ഒരു നനഞ്ഞ പുലർക്കാലം പോലെ അവരുടെ മൂർധാവിൽ ഉമ്മ വച്ചു. പോയി മോളെ. കടലിരുമ്പുന്ന ഒരു മനസ്സോടെ ആ കണ്ണുനീർ തുള്ളികളെ മറച്ചുകൊണ്ട് അവരവളെ യാത്രയാക്കി. കോമളം ദേവുവിനോടൊപ്പം നടന്നു നീങ്ങി. കാലത്തിൻ്റെ മണലിൽ മാഞ്ഞു പോകുന്ന ഒരു കാലടിപ്പാട് പോലെ. അന്ന് ആ വീടിൻ്റെ അകത്തളങ്ങളിൽ ഒരു മരവിപ്പായിരുന്നു. മൗനം അതിൻ്റെ വേരുകൾ ആഴ്ത്തി ചുമരുകളിൽ പുണർന്നു. പവി ഇറങ്ങിപ്പോയതിനു ശേഷം അണയാതെ ഊതിക്കത്തിച്ച കനൽനാളം മെല്ലെ നനഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നാളെ അത് വഴിമാറി ഒഴുകാൻ പോകുന്നു. രാഘവൻ നായരുടെ കണ്ണുകൾക്ക് അന്ന് ഉറക്കമുണ്ടായിരുന്നില്ല. ഇരുളിൽ മിഴികൾ തുറന്നു വെച്ച് അയാൾ കിടന്നു. കഴിഞ്ഞ കാലത്തിൻ്റെ മുഷിഞ്ഞ ഏടുകൾ അയാൾക്ക് മുന്നിൽ കാറ്റടിച്ചെത്തിയ കടലാസ് പോലെ ചിതറി വീണു. ദേവു അയാളുടെ നെഞ്ചിൽ തലവെച്ച് അയാളെ നോക്കി. ആ മുഖത്തെ ഇരുളിൻ്റെ ആഴങ്ങൾ അവൾക്ക് പരിചിതമായിരുന്നു. കാലം തേച്ചു മാച്ചു കളഞ്ഞ നൊമ്പരങ്ങൾ വീണ്ടും ആ മുഖത്ത് തെളിഞ്ഞു വരുന്നത് അവൾ അറിഞ്ഞു. എന്താ ഇങ്ങനെ ഒരു ഇരുട്ട്? അവളുടെ ചോദ്യം ഒരു നേരിയ വെളിച്ചം പോലെയായിരുന്നു. ഒന്നുമില്ലടോ, നമ്മുടെ മോൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം നെഞ്ചു പിടയുക. നമ്മൾ പോകണ്ട എന്ന് പറഞ്ഞാൽ അവൾ കേൾക്കുമോ? അങ്ങനെയൊക്കെ പറയാൻ നമ്മളാരെ? അയാളുടെ ശബ്ദം പകുതിക്ക് വെച്ച് നിലച്ചു. വാക്കുകൾ മണ്ണിൽ വീണ മഴത്തുള്ളികൾ പോലെ ചിതറി.
ആ വീഴ്ചയുടെ ഈർപ്പം അയാളുടെ നെഞ്ചിൽ പടർന്നു. അങ്ങനെ പറയരുത്. അവൾക്ക് അവനോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഈ യാത്ര. അവളുടെ ത്യാഗം അവൻ അറിയും, മനസ്സിലാവും. ഞാൻ ദേവി നടയിൽ പോയി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദേവി കാണാതിരിക്കില്ല ഒരിക്കലും. അവളുടെ വാക്കുകൾക്ക് തണുത്ത സ്പർശമുണ്ടായിരുന്നു. അത് അയാളുടെ നെഞ്ചിലെ കനലിനെ പതിയെ തണുപ്പിച്ചു. കാലം അവളെ ഒരു പെരുങ്കടലായി മാറ്റിക്കഴിഞ്ഞിരുന്നു. ഉറങ്ങാൻ നോക്ക്. നേരം വെളുക്കുന്നതിന് മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാൻ അയാൾ ശ്രമിച്ചു. ആ രാത്രിക്ക് കറുപ്പിൻ്റെ കനം കൂടി. ആകാശത്ത് കാർമേഘങ്ങൾ കൂടിച്ചേരുന്നു. മെല്ലെ മണ്ണിനെ നനച്ചുകൊണ്ട് മഴ പെയ്യാൻ തുടങ്ങി. ഓരോ തുള്ളിയും ഓർമ്മയുടെ ഒരു വേദനയായിരുന്നു. മണ്ണിൽ അലഞ്ഞെത്തുന്ന ഓരോ തുള്ളിക്കും പണ്ടവൻ്റെ ചിരിയുടെ നനവുണ്ടായിരുന്നു. അത് പെയ്യുകയായിരുന്നു, പെയ്തു തീരാത്തൊരു കാത്തിരിപ്പ് പോലെ. ചാന്ദിനിയുടെ മരണത്തോടെ പവി ശരിക്കും അനാഥയായിരുന്നു. ജീവിതം തന്നെയെങ്ങോ അടച്ചുപൂട്ടിയിരുന്നു. ഒരു ശ്മശാനത്തിലേക്കാണ് അയാളെ തള്ളിയിട്ടത്. മരിച്ചവരുടെ ഇടയിൽ ജീവനുള്ളവനായി കഴിയുന്നതിൽ ഒരുതരം വിചിത്രമായ സാമീപ്യം അവൻ കണ്ടെത്തി തുടങ്ങി. ചിതകളിലേക്ക് കൊണ്ടുവരുന്ന മൃതദേഹങ്ങൾക്കൊപ്പം വാരി വയ്ക്കപ്പെടുന്ന പഴങ്ങളും ഭക്ഷണപ്പൊതികളും അവ ഇനി മരിച്ചവർക്കുള്ളതല്ല, പവിയുടെ ജീവനിൻ്റെ ചെറുപ്രാണമായി മാറിയിരിക്കുന്നു. മൃതശരീരത്തോടൊപ്പം അവിടെ വന്ന് കവിഞ്ഞൊഴുകുന്ന കരച്ചിലുകളും മുഷിഞ്ഞ കണ്ണുനീരും അവൻ്റെ ഉള്ളിൽ വേറൊരു സംഗീതമായി. ഒരിക്കൽ മനസ്സ് വിങ്ങിപ്പൊട്ടിയപ്പോൾ ശാന്തി തീരത്തെ പുഴയിൽ തലകുത്തി മുങ്ങി ശ്വാസം മുട്ടി നോക്കിയിട്ടുണ്ട്. മരണത്തോട് കളിക്കുന്നൊരു കുട്ടിയുടെ വിഡ്ഢിത്തം പോലെ. ചിതയിലെ തീ ഉയരുമ്പോൾ പവി ചിരിച്ചും കരഞ്ഞും പൊട്ടുകയും ചെയ്തു. ജീവിതവും മരണവും ഒരേ തീയിൽ പൊള്ളുന്ന രണ്ട് മുഖങ്ങൾ പോലെ. ശവശരീരങ്ങളിലൂടെ കത്തുന്ന ചിതകളിലൂടെയും സന്യാസിമാരുടെ ലൈംഗികാനുഭൂതിയുടെയും ആദ്യം വിസ്മയത്തോടെ നോക്കിയിരുന്നെങ്കിലും ഇന്നത് ശ്മശാന ജീവിതത്തിൻ്റെ ഒരു പതിവ് ചിത്രമായി മാറിയിരിക്കുന്നു. മരിച്ചവരുടെ അനന്തമായ ശൂന്യതയിൽ ജീവിക്കുന്നവരുടെ വികൃതികൾ ചീഞ്ഞു പൊഴിയുന്ന പൂക്കൾ പോലെ അവൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ വിരിയുകയായിരുന്നു. ഒരു ദിവസം ബോംബെയിൽ തെരുവിൽ മരിച്ചൊരു വൃദ്ധൻ്റെ ശരീരം കൊണ്ടുവന്നു. ബന്ധുക്കളില്ല, കണ്ണുനീരില്ല, ഒരു തുള്ളി ഭക്ഷണമില്ല. ആ ശവശരീരത്തിൻ്റെ ശൂന്യത്തോട് ലോകം മുഴുവൻ തിരിഞ്ഞു നോക്കാതിരുന്നത് പോലെ ഒറ്റപ്പെടലിന് പ്രതീകമായി അവൻ കിടന്നു. പവിയുടെ കണ്ണുകൾ ശവത്തിൻ്റെ കണ്ണുകളിലേക്ക് വഴുതി വീണു. ആ മരവിച്ച കണ്ണുകളിൽ പവി സ്വന്തം പ്രതിബിംബം കണ്ടു, ഒരു വിളിച്ചോതൽ പോലെ. അവൻ ആ ശവത്തെ തോളിലെടുത്തു, തീയുടെ വായിലേക്ക് നടന്നു. ഓരോ ചുവടിലും അവൻ്റെ ഹൃദയം കല്ലുപോലെ ഭാരപ്പെട്ടു തുടങ്ങിയിരുന്നു. മരിച്ചവനെ ചുമന്നൊരു ജീവനുള്ളവൻ, ജീവനെയും മരണത്തെയും തമ്മിൽ കൂട്ടിയിണക്കിയൊരു ചിത്രശലഭം പോലെ തീയുടെ നടുവിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. പവിത്രൻ്റെ അഗ്നിപർവ്വം ചിതയിലേക്ക് ആ വയോവൃദ്ധനെ സമർപ്പിക്കുമ്പോൾ പവിത്രൻ എന്തിനെന്നറിയാതെ ഒരു നീറ്റലിൽ കണ്ണു നിറച്ചു. ആ കണ്ണീർ ഒഴുകിയിറങ്ങിയത് കാലം ഒരുക്കിയ കർമ്മബന്ധങ്ങളുടെ തീച്ചാലിലൂടെയാവാം. അഗ്നി ഒരു ആർത്തനാദം പോലെ ആ ശരീരത്തെ വിഴുങ്ങി. ജ്വാലകൾ നൃത്തമാടി. ഓരോ കണികയും പ്രകൃതിയുടെ അനന്തമായ മടിത്തട്ടിലേക്ക് ലയിച്ചു ചേരുന്ന മോക്ഷത്തിൻ്റെ താളമായിരുന്നു അത്. പവിത്രൻ്റെ തോളിന് മുകളിൽ ഒരു തണുത്ത കൈത്തലം അമർന്നപ്പോൾ മെല്ലെ തലതിരിച്ചു. അപ്പോഴേക്കും അവൻ്റെ ശരീരം പൂർണ്ണമായും ഭസ്മം പൂശിയതുപോലെ അഘോരിയുടെ നിശബ്ദത പൂണ്ട ഒരു ചുടല രൂപമായിരുന്നു. അവനെ കണ്ട മാത്രയിൽ ആ സ്ത്രീ സരസ്വക്കൻ ഒരു സർപ്പദംശനമേറ്റതുപോലെ പിടഞ്ഞുപോയി. അവളുടെ കാഴ്ചയിൽ പവിത്രൻ മരണത്തെ ചുമലിലേറ്റിയ കറുത്ത സൂര്യനെ പോലെ നിന്നു. സരസ്വക്കൻ. ആ വാക്കുകൾ ചുണ്ടിൽ നിന്നും അടർന്നു വീണത് ചുടലയിലെ ചാരം പോലെയായിരുന്നു. അതോ കാലത്തിൻ്റെ ഗന്ധകപ്പുരകളിൽ നിറഞ്ഞ ഒരു മന്ത്രമോ? ഇപ്പോൾ കണ്ടതും കേട്ടതും സത്യമോ അതോ മിഥ്യയോ? കൈതപ്പൂവിൻ്റെ ഗന്ധം പോലെ അസ്തിത്വത്തിൻ്റെ അതിരുകൾ മാഞ്ഞുപോയ ഒരു നിമിഷത്തിൽ സരസ്വക്കൻ ഒരു കരിങ്കൽ ശില കണക്ക് അനന്തമായ ശൂന്യതയിലേക്ക് ധരിച്ചു നിന്നു. മരണവും ജീവിതവും തമ്മിലുള്ള നേർത്ത മറ അവിടെ കത്തിയെരിഞ്ഞു. വെളിച്ചവും ഇരുളും ഒന്നായി. മോനെ പവിത്ര, നീ ഇവിടെ? ശബ്ദം ശ്മശാനത്തിലെ പുകച്ചുരുളുകൾക്കിടയിൽ ഇടുക്കി നിന്നു. കാലം പണ്ട് അടർത്തിയെറിഞ്ഞ ഒരു കൊഴിഞ്ഞ ഇലയുടെ ഓർമ്മയായിരുന്നു ആ വിളി. പിന്നിലെ വഴിയിൽ വഞ്ചനയുടെ കരിഞ്ഞ വാസന ഒടുങ്ങിയിട്ടില്ല. കടന്നു കളഞ്ഞെന്ന്, സ്വന്തം നിഴൽ പോലും അവകാശപ്പെടാനില്ലാത്ത ആ ദൂരത്തേക്ക് മാഞ്ഞെന്ന് വിശ്വസിച്ചു. എന്നിട്ടും തീയുടെയും ദഹനത്തിൻ്റെയും ഈ കറുത്ത അരങ്ങിൽ പുനഃസമാഗമത്തിൻ്റെ മിത്ത് അവശേഷിപ്പിച്ചു. വിധിയുടെ ഇരുണ്ട കാറ്റിൽ തിരിതെളിഞ്ഞ നിമിഷം സരസ്വക്കൻ കൈകളിൽ കരുതിയ തുരുമ്പിച്ച ചെമ്പുതൊട്ടുകൾ ഓർത്തെടുത്തു. ദാരിദ്ര്യത്തിൻ്റെ പഴക്കം ബാധിച്ച നാണയങ്ങൾ. നമ്മുടെ തെരുവിൻ്റെ ഓർമ്മയാണിവ. കിളവൻ ആരും ഇല്ലാതെ പോയി. ഇവ ഞാൻ കർമ്മിക്ക് കൊടുക്കാൻ കൊണ്ടുവന്നാണ്.
നീയല്ലേ കത്തുന്ന ജഡത്തിന് കാവല്, നിനക്ക് തന്നെ ഇരിക്കട്ടെ. നാണയങ്ങൾ അവൻ്റെ കൈവെള്ളയിൽ അമർന്നു. അതൊരു ശിഥിലമായ പൈതൃകത്തിൻ്റെ ഭാരമായിരുന്നു. കത്തുന്ന കരിയുടെ ചൂട് അതിനുണ്ടായിരുന്നില്ല. പവിത്രൻ എരിയുന്ന ചിതയുടെ ആകാശത്തേക്ക് വളരുന്ന ക്രൂരമായ പൂമരം കണ്ടു. അവൻ പുഞ്ചിരിച്ചു. ഒരു നിസ്സംഗമായ പുഞ്ചിരി. അതവൻ്റെ ഹൃദയത്തിൽ നിന്നും വരുന്നതല്ലായിരുന്നു. ചിതയുടെ വെളിച്ചം മുഖത്ത് വരുത്തിയ ഒരു നിഴൽ നാടകം മാത്രം. അവളവിടെ കോമളം. ഹൃദയത്തിലൊരു തീക്കനൽ പറന്നു വീണു. നനഞ്ഞ് വിറകിൽ വീണ കനൽ പോലെ അത് നീറി പുകഞ്ഞു. ഉത്തരമില്ലാത്തൊരസ്തിത്വത്തിൻ്റെ ദുഃഖം. കോമളത്തിന് എന്തുപറ്റി? അവൻ സരസുവിനെ നോക്കി. ആ നോട്ടത്തിൽ ദയനീയതയായിരുന്നില്ല. കാലം ചോദ്യം ചോദിക്കുന്ന ഒരു ഏകാകിയുടെ നിസ്സഹായതയായിരുന്നു. പവിത്രനും സരസുവും ഒഴിഞ്ഞ ഒരിടത്തേക്ക് മാറിയിരുന്നു. ഇരുട്ട് ഒരു കരിങ്കമ്പിളി പോലെ പുഴയുടെ മുകളിൽ വീണുകിടന്നു. നിശബ്ദതയ്ക്ക് ഒരു പ്രത്യേക ഭാരമുണ്ടായിരുന്നു. കാലം കുഴിച്ചുമൂടിയ പഴയ സ്വപ്നങ്ങളെ അഴുകിയ മണം. പവിത്രൻ അവിടെ ഇരുന്നു, ഉടൽ തളർന്ന ഒരു മരപ്പിണ്ടി പോലെ. തൊട്ടടുത്ത് സരസുവക്കൻ കാലം കൊത്തിയെടുത്ത ഒരമ്മ ദൈവത്തിൻ്റെ പ്രതിമ. അവളുടെ കണ്ണുകളിൽ ഇരുട്ടിനെ കീറി മുറിക്കുന്ന ഒരു പഴയ ചിമ്മിനി വെളിച്ചമുണ്ടായിരുന്നു. എല്ലാം ഒരു കാർമേഘമായി ഒഴുകിപ്പോയതാണ്. പവിത്രൻ മുഴിഞ്ഞു. വാക്കുകൾ അയാളുടെ തൊണ്ടക്കുഴിയിൽ കുടുങ്ങി. ചോര കിനിയുന്ന സത്യങ്ങൾ പോലെ. നാൾവഴികൾ, എണ്ണമറ്റ ദുരന്തത്തിൻ്റെ എച്ചിലുകൾ മാത്രം. എൻ്റെ ചിരിയുടെ പിന്നിൽ ഞാൻ കുഴിച്ചുമൂടിയത് കോമളത്തെയായിരുന്നു. അവളുടെ കടും ചുവപ്പുള്ള പട്ടുസാരിയും കിങ്ങിണിയൊച്ചയും. അവൻ പതിഞ്ഞ സ്വരത്തിൽ ജീവിതം ഒരു കരിമ്പിനെ പോലെ ചവച്ചു തുപ്പി. എങ്ങോ ഏങ്ങലിലും ഭൂതകാലം ഒരു ചൂണ്ടക്കൊളുത്ത് പോലെ വന്ന് അന്നനാളത്തിൽ കുരുങ്ങി. ഒടുവിൽ തളർന്നു. അവൻ സരസുവക്കൻ്റെ തോളിലേക്ക് ചാരി. അതൊരു ആശ്വാസമായിരുന്നില്ല, അതൊരു താൽക്കാലിക തടവറയായിരുന്നു. ലോകം തനിക്കായി കരുതിയ ശിക്ഷയിൽ നിന്നുമുള്ള നിമിഷനേരത്തെ ഒളിച്ചോട്ടം. സരസുവക്കൻ അവൻ്റെ നെറുകയിൽ തലോടി. ആ സ്പർശനത്തിന് ഒരു നൂറ്റാണ്ടിന് തണുപ്പും ഏകാന്തതയുണ്ടായിരുന്നു. പോവട്ടെ മോനെ, സാരമില്ല. ഇനിയുള്ളത് വെറുമൊരു ദുസ്വപ്നത്തിൻ്റെ കടുക്കൻ എന്ന് കരുതിയാൽ മതി. എൻ്റെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ നിനക്ക് നാട്ടിലേക്കൊരു ടിക്കറ്റ്. കാലത്തെ മറികടക്കാനുള്ള ഒരു വിഫല ശ്രമം. പവിത്രൻ ഞെട്ടിപ്പിടിഞ്ഞു. വേണ്ട ചേച്ചി, നാട്ടിലേക്കോ? അവിടെ ഇപ്പോൾ എനിക്കൊരു ചുമരില്ലാത്ത കിണറാണ്. ഈ ശൂന്യതയിൽ ഇങ്ങനെ ജീവിച്ചു തീർന്നോട്ടെ. കോമളത്തിൻ്റെ നിഴൽ അതെന്നെ പിന്തുടരുന്നുണ്ട്, ഒരു കുറ്റബോധത്തിൻ്റെ അദൃശ്യനൂല് പോലെ. ഇനി എനിക്ക് ശ്മശാനങ്ങളിൽ പ്രേതങ്ങൾക്ക് കൂട്ടിരിക്കണം. അവരാണ് എൻ്റെ പുതിയ ലോകം. അവിടെ ഭയമില്ല, നീതിയില്ല, വിചാരണകളില്ല. അയാളുടെ ചുണ്ടിൽ വിചിത്രമായൊരു ചിരി വിരിഞ്ഞു. അത് വിടർന്ന് വിടർന്ന് ആകാശത്തിലേക്ക് ഒരു അട്ടഹാസത്തിൻ്റെ ചില്ല പോലെ വളർന്നു. അപ്പോഴാണ് ചുടലിയുടെ മണ്ണിൽ പുതിയൊരു ശരീരം തീയിലേക്ക് അടുക്കുന്നത് അവൻ കണ്ടത്. അന്ധകാരത്തിൽ അഘോരികൾ കറുത്ത പന്തലുകൾ പോലെ അതിനു ചുറ്റും നൃത്തം വയ്ക്കുന്നു. മരണം അവിടുത്തെ നിത്യസത്യം. പവിത്രൻ ഒരലർച്ചയോടെ, ഒരു ഭ്രാന്തൻ്റെ വാത്സല്യത്തോടെ ആ അഗ്നിക്കരികിലേക്ക് ഓടി. അഴിഞ്ഞു വീണ ചിന്തകൾ, ഉടഞ്ഞ സ്വപ്നങ്ങൾ എല്ലാം അവൻ്റെ പിറകിലായി. സരസ്വക്കൻ അനങ്ങിയില്ല. അവളുടെ കണ്ണുകളിൽ ഇരുട്ട് നിറഞ്ഞു. എന്നിട്ട് അവൾ തിരിഞ്ഞു നടന്നു. അവളുടെ കാൽപ്പാടുകൾ ചുടലമണ്ണിൽ പതിഞ്ഞില്ല. അവൾ നിശബ്ദമായി നടന്നുപോയി. പവിത്രൻ്റെ നിലവിളി അപ്പോൾ ഒരു പഴയ കിണറ്റിലെ മുഴക്കം പോലെ അവളുടെ ഉള്ളിൽ മാത്രം മുഴങ്ങി. കാലം ഒരു ദുഃഖവെള്ളിയാഴ്ച പോലെ അവിടെ തീരാതെ കിടന്നു. ചായ കാപ്പി വിളികൾ കോമളത്തെ പൊതിഞ്ഞു നിന്ന കിനാവിൽ നൂലിഴകൾ പൊട്ടിയകന്നു. തീവണ്ടിക്കുള്ളിലെ നേർത്ത വെളിച്ചത്തിലും ആർപ്പ് വിളികളുടെ പിറുപിറുക്കളുടെയും ബഹളം ഒരു തിരമാല പോലെ അവളെ തഴുകി. ഛത്രപതി ശിവജി ടെർമിനൽസ്, ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള ആ ബോർഡ് താൻ എത്തിച്ചേർന്ന മഹാസമുദ്രത്തിൻ്റെ പ്രവേശന കവാടമാണെന്ന് കോമളത്തിന് തോന്നി. കണ്ണു തിരുമ്മി അവൾ പുറത്തേക്ക് നോക്കി. ആളുകൾ ഒഴുകിയെത്തുന്ന പുഴ. തിരക്കുകൾക്ക് നടുവിലൂടെ അവൾക്ക് വഴി തേടേണ്ടിയിരുന്നു. തോളോട് തോൾ ചേർന്നും ഇടിച്ചും ബഹളം വെച്ചും മുന്നോട്ട് പോകുന്ന മനുഷ്യപ്രവാഹം. ഓരോ മുഖവും ഓരോ കഥ, ഓരോ ചുവടും ഓരോ ലക്ഷ്യം. അവൾ ആ പ്രവാഹത്തിലേക്ക് കാലെടുത്ത് വെച്ചു. പടികൾ ഇറങ്ങുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു ചോദ്യം മാത്രം ബാക്കിയായി. ഇനി എന്ത്? ബോംബെ തെരുവിലെ ഒരേ ഒരു തണൽ, സരസ്വക്കൻ്റെ വീട്, പരിചിതമായ ആശ്വാസത്തിൻ്റെ ഒരിടം. പക്ഷേ ഒരു വാക്കുപോലും പറയാതെയാണ് തങ്ങൾ അവിടെ നിന്നും ഓടിപ്പോന്നത്. ഒരു വേള പവിത്രൻ തീവണ്ടി കയറ്റിവിട്ട ശേഷം അക്കനെ കാണാൻ പോയിരിക്കുമോ? കണ്ണെത്താത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ സാഗരതുല്യമായ മുംബൈ നഗരത്തിൽ എവിടെയാണ് താൻ പവിയെ തിരയേണ്ടത്? തെരുവിൽ ജീവിക്കുന്നവർ, സ്വർണ്ണ മാളികകളിൽ വസിക്കുന്നവർ, പലതരം ജോലിയെടുക്കുന്നവർ,
ഈ കൂട്ടത്തിൽ ആരോ ഒരാളാണ് അവൻ. ആ ഒറ്റത്തുരുത്തിനെ എങ്ങനെയാണ് ഈ തിരമാലകളിൽ നിന്നും വേർതിരിച്ചെടുക്കുക? ഒരു നിമിഷം ആകാശത്തേക്ക് നോക്കി. അച്ഛൻ, അമ്മ, നാട് എല്ലാം മാഞ്ഞുപോയ വെളിച്ചങ്ങളാണ്. ഒടുവിൽ കോമളം തീരുമാനിച്ചു. തുടങ്ങിയെടുത്തു നിന്ന് തന്നെ തുടങ്ങുക. സരസ്വക്കൻ അവിടേക്ക് പോകണം. പവിത്രൻ തൻ്റെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ സീതാദേവിയോടൊപ്പം ഒരമ്മയുടെ സ്ഥാനത്ത്, ഒരു സഹോദരിയുടെ സ്ഥാനത്ത് അക്കനും ഉണ്ടായിരുന്നില്ലേ? തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് അവരും അറിയട്ടെ. ഒരു നിഴൽ പോലെ അവൾ അടുത്ത് കണ്ട കൈവണ്ടി രക്ഷയുടെ അടുത്തേക്ക് നടന്നു. കാത്തിരിക്കുന്നവൻ കൽത്തുറങ്കിലാണ്. അവൾ അവനെ തേടി ഈ മഹാസമുദ്രത്തിൽ മുങ്ങാൻ തയ്യാറെടുക്കുന്നു. മുംബൈ നഗരം അവളുടെ ഉള്ളിലേക്ക് ഒരു നെടുവീർ പോലെ ഊർന്നിറങ്ങി. ചായവിളികളുടെയും ഭിക്ഷകളുടെയും ഒച്ചകൾക്കിടയിൽ കോമളം പുതിയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ പവിത്രൻ്റെ താലിയുടെ നേർത്ത തണുപ്പ് കഴുത്തിൽ അറിയുന്നുണ്ടായിരുന്നു. മങ്ങിയ ബലാരിഷ്ടതകൾ പേറുന്ന തെരുവിൻ്റെ അസ്ഥിയിൽ തുളച്ചു കയറുന്ന ഉച്ചവെയിലിൽ സൈക്കിൾ രക്ഷയുടെ ചക്രങ്ങൾ ഗളഗ്രന്ഥിയിലെ വേദന പോലെ കറങ്ങി നീങ്ങി. വഴിയോരത്തെ കറുത്ത ചുവരുകൾ കോമളത്തിൻ്റെ മനസ്സിൻ്റെ ഭാരം പങ്കുവച്ചു. ചക്രങ്ങൾ ഓരോന്നും പിന്നോട്ട് കറങ്ങുമ്പോൾ കഴിഞ്ഞ കാലത്തിൻ്റെ ഉടൽ പൊട്ടിയ ഓർമ്മകൾ അവളുടെ നെഞ്ചിൽ ചൂടുവെള്ളം പോലെ തളം കെട്ടി. വൃദ്ധനായ റിക്ഷാവലിക്കാരൻ ഒരു പഴയ ശിലാരൂപം പോലെ കാലത്തിൻ്റെ ഭാരം പേറി ആ പാതയിൽ ഒരു നിഴൽ മാത്രം. സരസ്വക്കൻ്റെ വീടെന്ന ആ പഴയ തുരുത്തിലെത്തിയപ്പോൾ ദൂരെ നിന്ന് മുറുക്കിത്തുപ്പിയ ചുവന്ന ഓർമ്മകൾ പോലെ ഒരു കൈവീശൽ. അത് പണ്ട് പവിയോടൊപ്പം ചായക്കടയിലെ ഇരുണ്ട മൂലകളിൽ കണ്ട ആ ചായവാല. അയാളൊരു നീതിബോധമില്ലാത്ത കാലത്തിൻ്റെ സാക്ഷിയാണ്. കോണിപ്പടികൾ കയറുമ്പോൾ ഓരോ പടിയിലും ഒരു കുരിശ് ചുമക്കലായിരുന്നു. സരസ്വക്കൻ്റെ വാതിൽ നരച്ച മൗനം പേറി അവിടെ നിന്നു. മുട്ടിയപ്പോൾ കൈകൾ വിറച്ചത് ഒരു ദൈവത്തെ തൊടുന്ന ഭയം കൊണ്ടോ, അതോ ഒരു സ്വയം നിഷേധത്തെ അഭിമുഖീകരിക്കുന്നതിൻ്റെ പരിഭ്രമം കൊണ്ടോ? വാതിൽ തുറന്ന് സരസ്വക്കയുടെ മുഖം വരണ്ടുടങ്ങിയ ഒരു കായൽ പോലെ. ചുളിവുകൾ കാലം തുരുമ്പിടിപ്പിച്ച ചോദ്യചിഹ്നങ്ങളായി അവശേഷിച്ചു. അവരുടെ കണ്ണുകൾ ഈ ലോകത്തിൽ അവൾ ഒറ്റപ്പെട്ട ഒരു ബിന്ദു മാത്രമാണോ എന്ന് തിരിഞ്ഞു. പവിയോ? അവൻ്റെ അദൃശ്യത അവിടെ ഒരു ഇരുണ്ട ദ്വാരം സൃഷ്ടിച്ചു. എന്നോട് പറയാതെ പോയതല്ലേ അവൻ? ഞാൻ ആരാണ് അല്ലേ? ഒരു തെരുവിൻ്റെ ആസുരതാളത്തിൽ നൃത്തം ചെയ്തവൾ, ഒരു ദേശാടന കിളിയുടെ ചിറകടി പോലെ നിസാരമായവൾ. അവളോട് പറയാൻ എന്തുണ്ട്? ഞാനൊരു പാഴ്ക്കിനാവ് പോലെ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോയിരുന്നു. എന്നിട്ടും അവൻ, പവി, ഇന്നലെ അവൻ നഷ്ടപ്പെട്ട ഒരു കൈരേഖ പോലെ തിരികെ വന്നു. എൻ്റെ അടച്ചുപൂട്ടിയ ഹൃദയത്തിൽ നരകത്തിൻ്റെ ഒരു കനൽ കോരിയിട്ടു. നീ എന്തിനാ വന്നത്? ഈ ജീർണിച്ച ഓർമ്മകളെ വീണ്ടും മലിനീകരിക്കാൻ വേണ്ടിയാണോ? സരസ്വക്കയുടെ വാക്കുകൾ നിയന്ത്രണരഹിതമായ ഒരു പ്രളയം പോലെ ഒഴുകി. ഇടയ്ക്ക് ശബ്ദം ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിൽ പോലെ ഇടറി. ആ ഇടർച്ചയിൽ കോമളം തന്നെ ഒരു ഭൂതകാലത്തിൻ്റെ ഭാരം പേറി നിന്നു. തെരുവിലെ വെളിച്ചം അവരെ അപരിചിതരെ പോലെ നോക്കി നിന്നു. അവർക്കിടയിൽ പറയാത്ത സത്യങ്ങളുടെ ഒരു മഹാസമുദ്രം തിരയടിച്ചു. വാതിലിൻ്റെ ഇടുങ്ങിയ ഫ്രെയിമിൽ നിന്നും സരസ്വക്കൻ അകത്തേക്ക് വലിഞ്ഞു. കോമളം അകത്തേക്ക് കടന്നു വന്നപ്പോൾ ആ ഇരുണ്ട വീടിൻ്റെ തണുപ്പിലേക്ക് ഒരു പഴകിയ നെടുവീർപ്പ് അലിഞ്ഞു ചേരുന്നത് പോലെ തോന്നി. അവളുടെ കണ്ണുകളിൽ കരിഞ്ഞ മൺചിരാതിൻ്റെ മങ്ങിയ വെളിച്ചം. നിങ്ങൾ പോയ ആ രാവുകളിലും പിന്നെ നീണ്ട ദിവസങ്ങളിലും ഞാൻ ഉറങ്ങിയിട്ടില്ല. രാത്രിയുടെ കനം കുറഞ്ഞു വരുമ്പോൾ പതിയെ മറവിയുടെ ഒരു നേർത്ത പാട വീണിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചത്. പക്ഷെ ഇന്നലെ ഞാൻ അവനെ കണ്ടു. സരസ്വകൻ്റെ ശബ്ദം കട്ട പിടിച്ചു, ഒരു ഭ്രാന്തനെ പോലെ. പാടവരമ്പത്തെ പുഴക്കരയിലെ ശവശരീരങ്ങൾക്കിടയിൽ നെഞ്ചു പൊട്ടിക്കുന്ന ഒരൊറ്റ ചിരി മാത്രം. പറഞ്ഞു നിർത്തിയപ്പോൾ സരസ്വകൻ വല്ലാതെ കിതച്ചു. അടുപ്പിൻ ചുവട്ടിൽ കെട്ടിക്കിടക്കുന്ന കനൽ പോലെ ആ കിതപ്പ് മുറിയിലങ്ങനെ പടർന്നു. ഒരു വറ്റിയ പുഴയുടെ ഓളമില്ലായ്മയിൽ കോമളം തുടർന്നു. എനിക്കവനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആരായിരുന്നു അവൻ? എനിക്കിപ്പോൾ അവകാശപ്പെടാൻ ഒന്നുമില്ലാത്തൊരു ഭർത്താവോ? ഞാൻ വെറും ഒരു സാധു പെണ്ണായിപ്പോയി അക്ക. പെരുവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരില പോലെ കാറ്റിൽ കിടന്ന് വിറയ്ക്കുന്നവൾ. കോമളം തേങ്ങി തുടങ്ങി. അതൊരു വലിയ ശബ്ദമായിരുന്നില്ല. ഉടലിൽ നിന്നും മുറിഞ്ഞുപോയ ഒഴിഴ പോലെ നേർത്ത ഒരലർച്ച. അവരുടെ ചുറ്റും പഴയ വീടിൻ്റെ ചുമരുകൾ ഒന്നിനും സാക്ഷ്യം വഹിക്കാത്തവരായി നിശ്ചലം നിൽക്കുകയാണ്. സരസ്വക്കന് അവളെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നതിനെപ്പറ്റി ഒരു ഊഹം ഉണ്ടായിരുന്നില്ല. ഊഹങ്ങൾ പലപ്പോഴും കെട്ടുകഥകളാണ്. ഈ മുറിയുടെ മുകളിൽ പഴക്കം ബാധിച്ച നിശബ്ദത തൂങ്ങിക്കിടപ്പുണ്ട്. അവളുടെ കണ്ണുകളിലെ ചൂടുള്ള നീലനിറം ഒരു കത്തിയെരിയുന്ന ഓർമ്മകളുടെ വശപ്പിശക്കാണ്. ഞാൻ അവനെ കണ്ടിരുന്നു മോളെ. സരസിൻ്റെ വാക്കുകൾ ഒരു പഴയ കിണറ്റിൽ വീണ കല്ല് പോലെ മുഴങ്ങി. പക്ഷെ ഒരിക്കലും
അവനെ കാണേണ്ടിയിരുന്നില്ല എന്നോർത്തുപോയി. ആ കാണൽ ഒരു പാവമായിരുന്നു. എൻ്റെ ചിന്തകളിൽ പൂപ്പൽ പിടിച്ച ചിത്രങ്ങളുണ്ടായിരുന്നു. നീയും അവനും എവിടെയോ പച്ചയായി ജീവിക്കുന്നു. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. സരസുവിൻ്റെ ശ്വാസത്തിലും കരിയിലയുടെ ഗന്ധം തോന്നി. നിന്നെ തീവണ്ടി കയറ്റി വിട്ടത് ഒരു വിധിയായിരുന്നു. അതൊരു പലായനമായിരുന്നില്ല മോളെ, അതൊരു ശിക്ഷയായിരുന്നു. അവൻ എവിടേക്കോ അലഞ്ഞു. കാലം അവനെ ഒരു തൂവൽ പോലെ കാറ്റിലെറിഞ്ഞു. വേശ്യാലയത്തിലെ തബല വായനക്കാരൻ, കറുത്ത രാത്രിയുടെ താളം തെറ്റിയ മനുഷ്യൻ, ശ്മശാനത്തിലെ മൃതദേഹങ്ങളുടെ കാവൽക്കാരൻ, നിഴലുകളുമായി മാത്രം സംസാരിക്കുന്ന ഒടുവിലൊരു സന്യാസി, വേഷം കെട്ടിയൊരു മിഥ്യ. അവൻ അധികം മുഖം തന്നില്ല. ഓർമ്മയില്ലാത്തൊരോർമ്മയായി, മുഖമില്ലാത്തൊരോർമ്മയായി അവൻ്റെ കഥകൾ അവശേഷിച്ചു. പ്രിയരെ, ഈ നോവലിൻ്റെ അവസാന ഭാഗവും ആയിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.